ഇതാണ് കാന്താരി എടുത്തിട്ട് ഞാൻ ഒരു കാന്താരി ഉണ്ടായിരുന്നു. ആ കാന്താരിമേൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ടായി. ഒന്ന് പഴുപ്പിക്കാൻ വെച്ച് അത് പഴുപ്പിച്ച് എന്നിട്ട് നല്ലോണം അതിൻ്റെ കുരുവെടുത്ത് പായി പൊടിപ്പിച്ച് വേറെ പൊരിച്ച് നട്ട് നല്ല വെണ്ണീരും വളമെല്ലാം ഇട്ട് ഇപ്പം നോക്കുമ്പോൾ മഴയെല്ലാമ്പോൾ നല്ല ഇത് വരുന്നു. പിന്നെ പറിച്ചിട്ട് കളയാൻ പറ്റും അവിടെ വെച്ചിട്ട്. ഞാൻ കുറേ ഇത്ര സമയം പറിക്കുമായിരുന്നു ഇത്. ഞാൻ ഇത്ര സമയം വളർപ്പ് പോയിട്ട് പറിച്ചു കൊണ്ടതിന് ഇത്ര സമയം ഞാൻ പോയിട്ട് പറിക്കുകയും ചെയ്തിന്. നീ ഇത് കണ്ടിട്ടില്ലേനു? ഓ, ഞാൻ പറിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇപ്പം ചിക്കാൻ ഇനി എത്രയുണ്ട് പറിക്കായേ? പിന്നെ ഇനി എത്രയുണ്ട് പറിക്കാൻ? മഴയായിട്ട് അങ്ങ് കയറിയതാ. ഇത് നല്ലോണം വളവും ഇട്ട് നല്ല പഴുത്തു പോയില്ലല്ലേ? പഴുത്തു പോയി. പിന്നെ പകുതി മുക്കാലും പാറാടം കൊത്തി തിന്നു. പാറാടലും മറ്റുള്ളതെല്ലാം കൊത്തി കാക്കയെല്ലാം കൊത്തി കൊണ്ടുപോയി തിന്നു. ഇത് വളവും വെണ്ണീരെല്ലാം ഇട്ട് നല്ല മണ്ണെല്ലാം കൊത്തി ഇട്ടിട്ട് ആക്കിയതല്ലേ. അതെപ്പോ നേരത്തെ വീട് ഒച്ച കേട്ടിട്ടില്ലമ്മ? പെറ്റിക്കോട്ടെല്ലാം വെറും മണ്ണാണ്. എന്റെ ദൈവമേ, മിഞ്ഞാന്ന് അല്ലേയും കൊത്താൻ പറഞ്ഞേ. ഞാൻ കൊത്താൻ ഓടിയിട്ട് ഒരു കോയി അതന്നെ അല്ലേയും കൊത്താൻ പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് ഓടുപോയി. നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ എന്താന്ന് പറഞ്ഞാൽ ഈ മുളക് കാന്താരി തേച്ച് ഇതിൻ്റെ മരത്തുമ്മൽ വെക്കാൻ പാടില്ല. അപ്പോൾ അത് പറിച്ചിട്ടില്ലെങ്കിൽ കാന്താരി എരിപിടിച്ചിട്ട് പെട്ടെന്ന് അത് ഉണങ്ങിക്കളയും. അതാണ് ഞാനിങ്ങനെ പറിച്ചു കൊണ്ട്. അല്ലെങ്കിൽ ഇത് കാന്താരിൻ്റെ മരം ഉണങ്ങി അങ്ങ് പോകും. ഞാൻ ഇപ്പം മഴയായതുകൊണ്ട് ഇങ്ങനെ കയറിയതാണ്. ഇന്നത്തെ കാന്താരിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.